എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? നീ പ്രഗ്നന്റ് ആണെന്നോ? അമ്മേ, ഞാൻ 1 month പ്രഗ്നന്റ് ആണ്. എന്തുവാടി കാണിച്ചു വെച്ചേക്ക്? നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? ഇത്രയും കാലം പൊന്നു പോലെ നോക്കിയതിന്റെ ശിക്ഷയാണോടി ഇത്? എന്താ ഇവിടെ പ്രശ്നം? എല്ലാം കഴിഞ്ഞു രാജേട്ടാ. നമ്മളിനി എന്താ ചെയ്യാ? നീ എന്താ കാര്യം പറ. ദാ നിക്കുന്നു, കണ്ടില്ലേ? നിങ്ങൾ അവളോട് തന്നെ ചോദിക്കേ. അവള് പ്രഗ്നന്റ് ആണെന്ന്. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? നമ്മൾ ഇത്രയും കാലം ഇവളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിന്റെ മോളെ തന്നെ പ്രതിഫലായത്. അച്ഛ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇനിയൊന്നും പറയണ്ട. ഇത്രയും കാലം നിന്റെ കൂടെ നിന്നതിനാണോ മോളെ നീ ഞങ്ങളോടിത് ചെയ്തത്? നിന്റെ അമ്മ എന്തു പറഞ്ഞാലും നിന്റെ ഇഷ്ടത്തിന് സ്നേഹത്തിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിനക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ അച്ഛൻ നടത്തി തരില്ലായിരുന്നു? ഇതിനും ഭേദം നിനക്ക് ഞങ്ങളെ അങ്ങ് കൊല്ലായിരുന്നില്ലേടി? പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് പറയാനതൊന്ന് കേൾക്ക്. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എല്ലാം കൊണ്ടും തൃപ്തിയായി. ഞങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല. എവിടെയാന്ന് വെച്ചാ പോയിക്കോ. ഇനി മേല എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ആർക്കും ഞാൻ പറയുന്നത് കേൾക്കാനും വേണ്ടല്ലോ. തന്നെയാട്ടെന്ന് വിളിച്ചേക്കല്ലോ. ഈ തനിവേട്ടിൽ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഇതെവിടെ പോയി കിടക്കാം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്താച്ചെന്ന് പറയാം. എന്താ മോളെ നീ കാണിച്ചു വെച്ചേക്കുന്നേ? എന്നാലും നിന്നിൽ നിന്ന് ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചി പ്ലീസ്, ചേച്ചി കൂടെ ഇങ്ങനെ പറയല്ലേ. അല്ലെങ്കിൽ തന്നെ സമ്മതം മൊത്തം തെറ്റിയിരിക്കാം. എനിക്കിനി എന്താ ചെയ്യേണ്ടിയെന്ന് പോലും അറിയില്ല. ഞാനൊന്നും പറയുന്നില്ല. നീ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തോ? അവരിങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും. മക്കളുടെ പേരും പറഞ്ഞ് അഹങ്കരിച്ചൊരു നാളുണ്ടായിരുന്നു അവർക്ക്. ഇപ്പോ നാട്ടുകാർക്ക് പറഞ്ഞ് കളിയാക്കാൻ നീയായിട്ട് തന്നെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ. ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ. നീയായിട്ടുണ്ടാക്കിയ ഈ പ്രശ്നം നീയായിട്ട് തന്നെ തീർക്ക്. അത് ഏത് വഴിക്കായാലും. എല്ലാവർക്കും ഞാനിപ്പോ ശല്യം. ഞാൻ എന്റെ കുഞ്ഞ് ഒരു തെറ്റുകാരായിട്ട് മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഒന്ന് കേട്ടുകൂടായിരുന്നു ആരെങ്കിലും. ഇനി വയ്യ. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും വിചാരണയും കേൾക്കാൻ എനിക്കിനി വയ്യ. ആർക്കൊരു നാണക്കേടും ശല്യമായിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്താ മോളെ ഈ രാത്രിയൊക്കെ ഒറ്റയ്ക്കിരിക്കുന്നേ? ചേട്ടൻ വേണമെങ്കിൽ ഈ നൈറ്റ് ഒരു കമ്പനി തരാന്നേ. എന്താ കൂടുന്നുണ്ടോ? എടി കൊച്ചെ, ഇങ്ങനെ നോക്കാതെ ഞാൻ ഈ പറയുന്ന റേറ്റ് തരാം. ഏയ് അങ്ങനെ പോകാതെ. എടാ വാ, ഇന്നിവിടെ നിൽക്കണ്ട. ഇത് ഇടിക്ക്, നമുക്ക് വേഗം പോവാം. വാ.
താൻ എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേ? സനുവേട്ടാ, നിങ്ങൾ ഇത്രയും ദിവസം എവിടെ പോയി കിടക്കാറ്? ഞാൻ എത്ര വട്ടം വിളിച്ചു, ഒന്ന് ഫോൺ എടുക്കാറുന്നില്ലേ? സാരില്ല, നീ ഇപ്പൊ വാ, അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഹായ് അങ്കിൾ, എൻ്റെ പേര് ദക്ഷിത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ആ മോൻ കയറി വാ. ഹായ് ആൻറ്റി. മോനെ ഇവിടെ നിന്ന് ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിഹ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ CEO ആണ്, ദക്ഷിത്. അവളുടെ കാര്യം ഞങ്ങളിപ്പോൾ സംസാരിക്കാറില്ല. നിഹയുടെ കാര്യം പറയാനാണ് വന്നതെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കണമെന്നില്ല. ആൻറ്റി, ഞാനാണ് നിഹയുടെ കഴുത്തിൽ താലി കെട്ടിയത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെയാണ്. അപ്പോ നിന്റെ കൂടെ ആയിരുന്നല്ലേ അവൾ ഒരാഴ്ച? ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ അവളുടെ സ്വന്തം അച്ഛനമ്മയല്ലേ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളത് നടത്തി തരാതിരിക്കും? ഒരു ദിവസം സ്വന്തം മോള് വന്ന് പറയാം പ്രഗ്നന്റ് ആണെന്ന്, അതും കല്യാണം പോലും കഴിക്കാത്തൊരു കുട്ടി. നീ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോഴത്തെ ഞങ്ങളുടെ മാനസികാവസ്ഥ. ഏതൊരു അച്ഛനമ്മയും പൊട്ടിത്തെറിക്കും, വഴക്ക് പറയും, നല്ല കല്ലും കൊടുത്തെന്നിരിക്കും. അതും പറഞ്ഞ് സ്വന്തം മക്കളല്ലാതിരിക്കും. എന്നിട്ട് അവളെ എന്താ കാണിച്ച് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ആൻറ്റി, അത് അവളുടെ മാനസികാവസ്ഥ അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾ കാരണം നിങ്ങൾ ആരുടെ മുമ്പിൽ നാണം കെടരുതെന്ന് കരുതിയ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. മോനൊരു കാര്യം പറഞ്ഞാൽ ശരിയാ. ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ നാണക്കേടും പരിഹാസവും പലരിൽ നിന്നുണ്ടാകും. എന്നാൽ ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കളെ ഒരിക്കലും അതും പറഞ്ഞ് ഒറ്റയ്ക്കാക്കില്ല. കാരണം ഈ ലോകത്ത് ആരൊക്കെ അവരെ തള്ളി പറഞ്ഞാലും സ്വന്തം മക്കൾ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരച്ഛനമ്മയും സന്തോഷിക്കില്ല മോനെ. അവർ കാണും ഏതൊരു കാലത്തും എന്തു പ്രശ്നം വന്നാലും. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിരിക്കല്ലാതെ ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊന്നും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ബിക്കോസ് ഐ ആം ആൻ ഓർഫൺ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. അതൊക്കെ മാറ്റി എന്നൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത് അങ്കിളിൻ്റെ മോളാണ്. അവളും ഞാനുമായിട്ടുള്ള മാരേജ് തന്നെ നടന്നത് അങ്കിളിന് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? അതെ മോനെ, ഞാനിതൊന്നും. എനിക്കറിയാം അങ്കിൾ, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാന്ന്. അങ്കിൾ, ആൻറ്റി, കഴിഞ്ഞതൊക്കെ മറക്കണം. മോനെ, ഞങ്ങൾക്ക് അവളോട് ദേഷ്യമുണ്ടായിരുന്നുള്ളത് സത്യം. അത് ഞങ്ങളോടൊന്നും പറയാതെ ഓരോന്ന് ചെയ്തു കൂട്ടിയത് കൊണ്ടാണ്. അല്ലാതെ അവളോട് ഉണ്ടായിരിക്കാൻ ഞങ്ങൾക്കൊന്നും കഴിയില്ല. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച് ഞങ്ങളെ മനസ്സിലാക്കിയതിന്. നിഹ എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണം. അവൾക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റി കൊണ്ടുവരുന്ന. ഞങ്ങള് ഇന്ന് തന്നെ വരാം മോനെ. എന്നാ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വായോ, അവിടെ എല്ലാവരും ഉണ്ട്. ഇഷാനി, പ്ലീസ്, ഇതെങ്കിലും നീ എൻ്റെ അടുത്തൊന്ന് നീണ്ട്. എത്ര ദിവസമായി നിന്റെ പിന്നാലെ നടക്കുന്നു. ഐ ആം സോറി ഡി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിനക്കിപ്പോഴല്ലേ എന്റെ കാര്യം ഓർമ്മ വന്നേ? ചെറുപ്പം മുതൽ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ ഞാൻ നിന്നിട്ടില്ലേ? നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ നടന്നിട്ടും മറ്റുള്ളവര് പറഞ്ഞിട്ട് വേണല്ലേ ഞാൻ അറിയാൻ. എടാ, ഞാൻ നിന്റെ അടുത്ത് എല്ലാം പറയണമെന്ന് വെച്ചതാ. പക്ഷെ ഒന്നും ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടന്ന്. എനിക്കറിയാം, ഞാൻ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എന്റെ ഭാഗത്താ തെറ്റുന്നു. ഐ ആം സോറിടാ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഓ, അപ്പൊ നിനക്കറിയാം നിന്റെ ഭാഗത്ത് തന്നെയാ തെറ്റെന്ന് അല്ലേ?
പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനിയൊരിക്കലും എന്റെ പഴയ നിഹിയാവാൻ നിനക്കും നിന്റെ പഴയ ഇഷാനിയാവാൻ എനിക്കും പറ്റില്ല. ഇഷാനി, അങ്ങനൊന്നും പറയല്ലേ. നീ വേണമെങ്കിൽ എന്നെ തള്ളിക്കോ, എന്നാലും ഇങ്ങനൊന്നും പറയല്ലേടാ. ഐ എം സോറി, ഒരു 100 വട്ടം സോറി. പ്ലീസ് എന്നോട് മിണ്ടാതിരിക്കല്ലേ. സാരില്ല, തോട്ടെ, ഇനി നീ കരയണ്ട. ഐ എം സോറി. ഇനി എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കരുത്. എന്തുണ്ടെങ്കിലും നീ എന്നോട് പറയണം, കേട്ടോ? ഇനി ഒരിക്കലും ഒരു കാര്യവും ഞാൻ നിന്റെ അടുത്ത് മറച്ചു വെക്കില്ല. പ്രോമിസ്. നിഹ, നിനക്ക് എല്ലാ ഹാപ്പിനെസ്സും കൂടെ ഒന്നിച്ചാണല്ലോ. ഇപ്പതാ ഇഷാനായിട്ടുള്ള പിണക്കം മാറി. ഇനി അങ്ങോട്ടൊന്ന് നോക്കിയേ. അമ്മയും അച്ഛനും അമ്മേ, അച്ഛ, ഞാൻ വേണ്ട, ഇനിയൊന്നും പറയണ്ട. മോൻ ഞങ്ങളോട് എല്ലാം പറഞ്ഞു. അപ്പൊ എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ആഹാ, ഇനി നിനക്കെന്താണോ പറയാനുള്ളത്? നിനക്ക് എന്റെ കാര്യത്തില് ഒരു ശ്രദ്ധയില്ലാന്ന് എനിക്ക് അറിയാൻ തരും. ഇനിയിപ്പോ നിഷയുടെയും കുഞ്ഞിന്റെയും കാര്യം കൂടെ നോക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എന്റെ ഇഷാന്റെ കാര്യം അവളുടെ വീട്ടിൽ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓഹോ, അപ്പോ അവിടെ വരെ എത്തിയില്ലേ കാര്യങ്ങൾ? ഓക്കെ, ഇനിയപ്പോ വെഡിങ് ഡേറ്റ് മാത്രം തീരുമാനിച്ചാ മതിയല്ലോ അല്ലേ? ആ, അത് മതി. പിന്നെ വെഡിങ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നെക്സ്റ്റ് മന്ത് തന്നെ ഡേറ്റ് ഓക്കെ ആക്കണം. ആയാൻ ചേട്ടനും അനിക ചേച്ചിയും അടുത്ത ആഴ്ച വരുമല്ലോ. അപ്പൊ ഇഷാനയുടെ അമ്മയും അച്ഛനും അവളുടെ കൂടെ വരാന്നാ പറഞ്ഞേ. നിഹ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ലടോ. എല്ലാം അവൻ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഈ ധനുവിന്റെ വാക്ക് കേട്ടിരുന്നാലേ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കലേ ഉണ്ടാവൂ. പിന്നെ ധനു, ഞാൻ ഇഷാനിയും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ചിലപ്പോ കെട്ടിന്റെ അന്ന് ഒരു ട്രോഫി കൂടെ വയറ്റിലുണ്ടാകും. ധനുവേട്ടാ, ആ പറഞ്ഞത് നമുക്കെത്താം. അതെനിക്ക് മനസ്സിലായി. ആന്റി ഒരു ചെറിയ ഡേറ്റിന് പോയോണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഡാ ചെക്ക, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു വേണ്ടാന്ന്. ഇനി മുതൽ നിന്റെയും ധനുവിന്റെയും അമ്മയും അച്ഛനും ഞങ്ങളാ. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ചട്ടകം പഠിപ്പിച്ച് വെക്കും ഞാൻ.
ദർശ, നിന്റെ അടുത്ത് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവള് ചെയ്ത കുരുത്തക്കേടിന്റെ കൂട്ടു നിൽക്കരുതെന്ന്. അതിനിപ്പോഴും എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഇവളാര് സ്കൂളിലെ വലിയ ഗുണ്ടയോ വരുന്ന കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കാൻ? നീ ഒരുത്താനാ ഈ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നേ. അവള് ഈ ദർശന്റെ മോള, അങ്ങനെ വരൂ. അയ്യോ എന്റെ അമ്മേ, ഞാൻ അങ്ങോട്ട് പോയൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലാന്നേ. അപ്പൊ പിന്നെ പൊന്നുമോൾ ഇന്നലെ ഉണ്ടാക്കിയതോ? അത് പിന്നെ എന്റെ നാനി ചേട്ടനൊരു പ്രശ്നം വന്നാ ഞാൻ മിണ്ടാതിരിക്കോ? അയ്യോ വേണ്ട, നിങ്ങള് ചേട്ടനെ നീട്ടിയും കൂടി എന്താന്ന് വെച്ചാ കാണിക്കും. നാനിച്ചേട്ടാ, എന്താ ഇവ മോളെ? ചേട്ടാ, നമ്മള് സ്കൂളിൽ തല്ലുണ്ടാക്കിയ കാര്യം നിഹ മമ്മി അമ്മനോട് പറഞ്ഞു കൊടുത്തല്ലേ? ആന്നേ, അമ്മ തന്നെയാ പറഞ്ഞു കൊടുത്തേ. പപ്പ ഇങ്ങോട്ട് വരട്ടെ ഇവ മോളെ. മമ്മിമാരെ ചീത്ത പറഞ്ഞത് നമുക്ക് പപ്പയോട് പറഞ്ഞു കൊടുക്കാം. നാനി, ഈവ, നിങ്ങളിവിടെ എന്തെടുക്കാ മക്കളെ? എവിടെ നിന്റെ മമ്മി? എവിടെ? മമ്മിയുടെ കാര്യം എന്റെ അടുത്ത് പറയണ്ട പപ്പ, ഞാൻ മമ്മിയായിട്ട് കട്ടീസാ. ആഹാ, അതെന്തു പറ്റി? മമ്മി ഉണ്ടല്ലോ പപ്പ, മമ്മി എന്നെ വഴക്ക് പറഞ്ഞു. ഓഹോ, അവൾ എന്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞോ? എന്നാ അതെന്തായാലും ഒന്ന് ചോദിക്കണല്ലോ. പപ്പ എന്നെയും ചീത്ത പറഞ്ഞു. നിങ്ങൾ വാ, മമ്മിക്കുള്ളത് ഈ പപ്പ കൊടുക്കാം. ആർക്ക് എന്ത് കൊടുക്കുന്ന കാര്യ നിങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നീ എന്തിനാ നിഹ എന്റെ പിള്ളേരെ വഴക്ക് പറഞ്ഞത്? അങ്ങനെ ചോദിക്ക് പപ്പ, എന്നിട്ട് ചീത്ത പറഞ്ഞ് ചോദിക്ക്. പിന്നല്ലാതെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേന്നറിയോ? രണ്ടിന് നല്ല തല്ലിന്റെ കുറവുണ്ട്. പിള്ളേര് ക്ലാസ്സില് തല്ലുണ്ടാക്കിയ കാര്യല്ലേ, അതെന്നോട് ദർശൻ പറഞ്ഞായിരുന്നു. അതിനെന്തിനാ നിഹ നീ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നേ? പിള്ളേരാകുമ്പോൾ തല്ലൊക്കെ കൂടെ ഇരിക്കും, അതൊക്കെ സാധാരണ ഒരു കാര്യാണേ. അങ്ങനെ പറയ് പപ്പ, പിള്ളേരാകുമ്പോ തല്ലൊക്കെ കൂടും. ഈ മമ്മിക്ക് ഒരു കുന്തോ അറിഞ്ഞൂടാ. പപ്പയ്ക്ക് ഇതിന് എവിടെ നിന്ന് കിട്ടി? നല്ല ബെസ്റ്റ് പപ്പയും മോളും. കൊച്ചിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ അല്ലേ? അപ്പൊ പിന്നെ ഇതല്ല, ഇതിനപ്പുറവും കാണിക്കാം. നിഹ, നീ എങ്ങനെ എന്നെ മാത്രം പറയണ്ട. ഇതല്ല ഇതിനപ്പുറവും നീ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. கண்ணான கண்ணே நீ கலங்காதடி, என் உயிரோட ஆதாரம் நீதானடி. கண்ணான கண்ணே நீ கலங்காதடி, யார் போனா என்ன நான் இருப்பேன்.